നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ ആലോചിപ്പിക്കുന്ന ഒരു അത്ഭുത പുസ്തകത്തെ കുറിച്ചാണ്. റോബിൻ ശർമ്മ എഴുതിയ വെൻ യു ഡൈ ഹൂ വിൽ ക്രൈ. ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്നു, നീ ജീവിക്കുന്നത് എന്തിനാണ്? നാം ഓരോരുത്തരും നമ്മളോട് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നാം ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന തരത്തിലായിരുന്നു? ജീവിതം വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല അർത്ഥവത്താകുന്നത്. ചെറിയ ചെറിയ സ്നേഹമുള്ള ദയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതിന്റെ ഭംഗി നിലനിൽക്കുന്നത്. ഈ പുസ്തകം 101 ചെറുപാഠങ്ങളാൽ സമ്പന്നമാണ്. ഓരോ പാഠവും നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റം കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചവയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് ഡിസ്കവർ യുവർ കോളിംഗ്. നിന്റെ വിളി കണ്ടെത്തുക. ഓരോ മനുഷ്യനും ഈ ലോകത്ത് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചലിക്കുന്നത്. പക്ഷെ പലരും ആ ലക്ഷ്യം തിരിച്ചറിയാതെ ഒരു പതിവ് ജീവിതത്തിലേക്ക് അടിമപ്പെടുകയാണ്. നാം എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ചോദ്യങ്ങളാണ് ഈ പാഠം ഉത്തരം നൽകുന്നത്. കോളിംഗ് എന്ന് പറയുന്നത് നിന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. അത് നിനക്ക് ഏറ്റവും അനുഭവം നൽകുന്ന ഒരു കാര്യമാണ്. റോബിൻ ശർമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് നോട്ട് ടു സിംപ്ലി സർവൈവ് ബട്ട് ടു ഷൈൻ ഇൻ വാട്ട് യു ലവ് ഡൂയിങ്. അതായത് വെറും ജീവിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്, നമ്മെ സജീവമാക്കുന്ന കാര്യങ്ങളിൽ തിളങ്ങാനാണ്. നിനക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നീ ചെയ്യുമ്പോൾ സമയമറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിനക്ക് ഉത്സാഹം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് വിളിയുടെ ദിശ. കോളിംഗ് കണ്ടെത്തുമ്പോൾ ജീവിതം അർത്ഥവത്താകുന്നു, ജോലിയുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നു, മനസ്സമാധാനമാകുന്നു. കാരണം നീ ജീവിക്കുവാനുള്ള കാരണം കണ്ടെത്തിയിരിക്കുന്നു. റോബിൻ ശർമ്മയുടെ വെൻ യു ഡൈ ഹൂ വിൽ ക്രൈ എന്ന പുസ്തകത്തിലെ മറ്റൊരു അത്ഭുത പാഠമാണ് സ്റ്റാർട്ട് യുവർ ഡേ വെൽ. ഒരു ദിവസം നല്ല രീതിയിൽ ആരംഭിക്കുക. നമ്മുടെ ദിവസത്തിന്റെ ഗുണമേന്മ അതിന്റെ തുടക്കത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു നല്ല രാവിലെയാണ് ഒരു നല്ല ദിനത്തിന്റെ അടിത്തറ. പലരും രാവിലെ ഉണർന്ന ഉടനെ ഫോൺ എടുക്കും, സന്ദേശങ്ങൾ നോക്കും, സോഷ്യൽ മീഡിയയിൽ പോകും. അതോടെ മനസ്സ് അസ്ഥിരമാവുകയും ദിനം മുഴുവൻ തിക്കിലും തിരക്കിലും സംഘർഷത്തിലും പോവുകയും ചെയ്യും. പക്ഷേ ഒരു ചെറിയ മാറ്റം നമ്മെ അത്ഭുതകരമായി മാറ്റാൻ കഴിയും. റോബിൻ ശർമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഓൺ യുവർ മോർണിംഗ് ആൻഡ് യു വിൽ ഓൺ യുവർ ലൈഫ്. അതായത് നിന്റെ രാവിലെയെ നിയന്ത്രിച്ചാൽ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കും. എങ്ങനെ ഒരു നല്ല ദിവസം തുടങ്ങാം? അല്പനേരം നേരത്തെ എഴുന്നേൽക്കൂ. നിശബ്ദമായ ഒരു രാവിലെ നിന്റെ മനസ്സ് ലോകത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു സ്ഥലമായി തീരുന്നു. 10 മിനിറ്റ് നിന്റെ മനസ്സിനായി മാറ്റിവെക്കൂ. ഒരു ചെറിയ ധ്യാനം, ഒരു നന്ദി, അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകം. അതിനായി ആ സമയം നീ കൊടുക്കുമ്പോൾ ദിനത്തിന്റെ ചൂടും ശാന്തതയും നിനക്ക് സ്വന്തമാകും. നിന്റെ ശരീരത്തെ ഉണർത്തൂ. സ്ട്രെച്ചിങ് ചെയ്യുക, ശ്വാസം ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ മനസ്സിനും ശരീരത്തിനും പുതിയ ഊർജം നൽകും. രാവിലെയുള്ള ആദ്യ നിമിഷങ്ങൾ ഒരു വിത്താണ്. അത് പോസിറ്റീവായി നടുമ്പോൾ ദിനം മുഴുവൻ സന്തുലിതമാകും. അതുകൊണ്ട് ഓർക്കൂ, ഉണരുമ്പോൾ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാതെ ആദ്യം നിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കൂ. അപ്പോൾ നിന്റെ ദിവസം ഉജ്ജ്വലമാകും, നിന്റെ മനസ്സ് സമാധാനമാകും, ജീവിതം തന്നെ പുതിയ അർത്ഥം കണ്ടെത്തും. അതാണ് റോബിൻ ശർമ്മയുടെ സന്ദേശം. സ്റ്റാർട്ട് യുവർ ഡേ വെൽ ആൻഡ് ദ റെസ്റ്റ് വിൽ ഫോളോ ബ്യൂട്ടിഫുള്ളി.